ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെ വിശേഷം? സുഖമല്ലേ? ജിദ്ദയിൽ നിന്ന് അഷ്റഫാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം 2 മണിയായി. സൗദി അറേബ്യയിലെ രാത്രി 2 മണിയാണ്. അപ്പോൾ നാട്ടിൽ എത്ര സമയമായെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. 4:30 മണിയായി. പണിസേ ഇല്ല എന്നുള്ളത്. കാണിച്ചാൽ എന്താ പണിയെന്ന് നിങ്ങൾ നോക്കണം. ഇത് കണ്ട, ഇത് മൊത്തം സെറ്റാക്കാനുണ്ട്. നോക്കിയാ, ഇത് മൊത്തം ഇതിനൊന്ന് സെറ്റാക്കാനുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതൊക്കെയാണ് പ്രവാസ ലോകത്തെ തൊഴിൽ. പക്ഷെ പണിയെടുക്കുന്നതിൽ ഒന്നുമില്ലാട്ടെ. എൻ്റെ കയ്യിലൊരു തൊഴിലുള്ളത് കൊണ്ടാണ് നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും പണി കിട്ടുന്നത്. പക്ഷെ എൻ്റെ മക്കളൊക്കെ അറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാം, വിദ്യാഭ്യാസം വേണം. വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഒന്നും നടക്കൂല. പക്ഷെ കയ്യിലൊരു തൊഴിലുണ്ടെങ്കിൽ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നമുക്കൊരു പേടിയും പേടിക്കാനില്ല. എൻ്റെ കയ്യിലൊരു തൊഴിലുണ്ടെന്ന് വിചാരിച്ചിട്ട്. അതിന് ഇന്ന് വിദ്യാഭ്യാസം ഇല്ലാതെ ഒരു കാര്യം നടക്കൂല. പക്ഷെ അതിൻ്റെ പുറമെ കയ്യിലൊരു തൊഴിലാവശ്യമാണ് കേട്ടാ. കാരണം ഞാൻ പറയാനുള്ള കാരണം, മുമ്പ് നമ്മളൊക്കെ സാമ്പത്തികം വളരെ കുറഞ്ഞ സമയത്ത് തന്നെ ഞാൻ ഇതേപോലെ വയറിങ്ങിൻ്റെ പണിക്കൊക്കെ പോകും. അപ്പോൾ നമ്മൾ ഉപ്പ നയിച്ചിട്ട് വേണം, ഉപ്പാൻ്റെ അധ്വാനല്ലേ അന്നത്തെ കാലത്ത്. ഉപ്പ അധ്വാനിച്ചിട്ട് വേണം കുടുംബങ്ങളെ പോറ്റണമെങ്കിൽ. അപ്പോൾ നമുക്ക് ഈ തോണി ഉണ്ടായിരുന്നു. തോണി എന്ന് പറഞ്ഞാൽ മത്സ്യപ്പണി, പുഴയിൽ മത്സ്യം പിടിക്കുന്ന പരിപാടിയായിരുന്നു. അങ്ങനെ ഈ കടലിൽ മീനില്ലാത്ത സമയത്ത് പുഴ മത്സ്യത്തിന് നല്ല ഡിമാൻഡാണ്. അപ്പോൾ എൻ്റെ ബാപ്പ എന്താക്കും എന്നറിയാം, ആളെയും കൂട്ടിയിട്ട് ഇങ്ങനെ പണിക്ക് പോകും. ഈ പണിക്ക് പോകുന്ന സമയത്ത് ബാപ്പ പറയും, എല്ലാവരും 1000, 1500, 2000 റുപ്യൻ്റെ പണിയെടുക്കുമ്പോൾ ഉമ്മാനോട് പറയും, നിന്റെ മോന് ആരാൻ്റെ ചുമര് പൊളിക്കാൻ പോകുക. ആരാൻ്റെ ചുമര് പൊളിക്കുക എന്ന് പറഞ്ഞാൽ മുമ്പ് കാലത്ത് ഡ്രില്ലും കാര്യമൊന്നുമില്ല, കയ്യിൽ അടിച്ചു പൊളിക്കണം. ചുമരൊക്കെ കോൺക്രീറ്റ് ചുമരൊക്കെ അടിച്ചു പൊളിക്കണം. അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ എന്നാലും ഞാൻ എന്താക്കും, ബാപ്പ ഉമ്മ ഇങ്ങനെ പറയും, മോനെ 7 ആൾ പോകുന്നതാണ്. അപ്പോൾ അതിലൊരാൾ കുറഞ്ഞാൽ അത് നിൽക്കും. അപ്പോൾ ഉമ്മ പറയും, മോനെ നീ പോടാന്ന് പറയും. എന്നാലും ഞാൻ പോവും. ഞാൻ പോയിട്ട് രാത്രി പോവും, പകല് ഞാൻ വയറിങ്ങിൻ്റെ പണിക്ക് പോകും. അന്ന് നമുക്ക് ഡ്രില്ല് മെഷീനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അന്ന് എന്ന് പറഞ്ഞാൽ പഴയ കാലത്തൊക്കെ വെട്ടിപ്പൊളിക്കാൻ ചെയ്യണം, കൈ കൊണ്ട് അടിച്ചിട്ട്. ചില സമയത്തൊക്കെ ടാങ്കി വെക്കാനും, മുമ്പ് വാട്ടർ ടാങ്കി ഇല്ല, കോൺക്രീറ്റ് ചെയ്യില്ല. ആ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി അതിനൊക്കെ ഏണിമ കയറിയിട്ട് ഹോൾസ് അടിക്കുമ്പോൾ ചില സമയത്ത് ഉറക്കമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് എൻ്റെ മക്കളോട്, വിദ്യാഭ്യാസം നിർബന്ധമാണ്. പക്ഷെ അതിൻ്റെ പുറമെ നമ്മുടെ കയ്യിലൊരു തൊഴിൽ വേണം. തൊഴിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എവിടെ പോയി കഴിഞ്ഞാലും പേടിക്കാനില്ല. ആരോടും എന്തെങ്കിലും ഒരു ജോലി അറിയാമെന്ന് നിൽക്കുമ്പോൾ അറിയാമെന്ന് പറയാം. കാരണം ഇന്ന് എല്ലാവരും വിദ്യാഭ്യാസത്തിൻ്റെ ആൾക്കാരാണ്, പക്ഷെ കയ്യിൽ തൊഴിലില്ലാത്തവരാണ്. വിദ്യാഭ്യാസം കൂടിയതിനെ കൊണ്ട് കാര്യമില്ലല്ലോ. വിദ്യാഭ്യാസം എഞ്ചിനീയറോ അല്ലെങ്കിൽ മറ്റുള്ളതോ ആയതിനെ കൊണ്ട് കാര്യമില്ല. പക്ഷേ വിദ്യാഭ്യാസം വേണം. വിദ്യാഭ്യാസം ഇല്ലാത്ത കാലത്ത് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ എൻ്റെ മക്കളോടൊക്കെ പറയുന്നത്, കയ്യിലൊരു തൊഴിലും ഉണ്ടായിരിക്കണം. അതും നിങ്ങൾ ഇതിൻ്റെ കൂടെ വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ ഒരു തൊഴിലും പഠിക്കണം. കാരണം അന്നൊക്കെ നമ്മളെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മുടെ വാപ്പയൊക്കെ പറഞ്ഞത്. ഇന്നത്തെ മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് എന്താക്കി ഇതേപോലെയൊക്കെ പഠിക്കുക. പിന്നെ അടുത്ത വീഡിയോയിൽ മൊത്തം ഇത് കാണും. നിങ്ങളൊരു കാര്യം ചെയ്യണം, എന്താണെന്നറിയാം, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഓരോ വീഡിയോ ആയിട്ട് വരാനുണ്ട്. ഇത് സിമെൻറ്റിലോട്ട് അടക്കാനെല്ലാം ഉണ്ട് കേട്ടോ. സമയത്തിനായിരുന്നറിയാം, നാട്ടിലെ 4:30 മണിയായി. നാട്ടിൽ 4:30 മണി, സോബിക്ക് 4:30 മണി. ഇപ്പോഴും ഡ്യൂട്ടിയിലാണുള്ളത്. കാരണം ഹോട്ടൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഹോട്ടലിൻ്റെ പണിയാന്ന് ഒരാഴ്ച പൂട്ടിയിട്ടിട്ട്, ഇതിന് മുമ്പത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അതിപ്പോൾ റിപ്പയറെല്ലാം ചെയ്ത് ഇന്ന് തുറന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കാൻ കുറച്ച് ടൈം പിടിക്കുന്നത് കൊണ്ട് ഇപ്പം രാത്രിയിൽ എന്താക്കും, ഇതെല്ലാം മൊത്തം സെറ്റാക്കും. ആദ്യം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതിലേ കൂടി ഒക്കെ ഉണ്ടായിരുന്നു. ഒക്കെ വെട്ടി ലെവലാക്കി എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരോടും സ്നേഹം മാത്രം. അസ്സലാമു അലൈക്കും.